നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അങ്ങനെ ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ആദ്യം ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്ന് നല്ലപോലെ പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇതിലേക്ക് നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ശർക്കര പാനി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. റവ ഞാനിവിടെ നല്ല ഫൈനായിട്ടുള്ള റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് തടിച്ച റവയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആദ്യം ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ടും ആവശ്യമായിട്ട് വരും. പക്ഷേ കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായി ചേർത്ത് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നല്ലപോലെ കൂട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഷേപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഒരല്പം കനത്തിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതൊരല്പം കനത്തിലാക്കിയത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ അനക്കാതെ വയ്ക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയണം.